നെക്സ്റ്റ് ഈസ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഒരു കണ്ടിന്യൂസ് സീരീസിന്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഒരു കണ്ടിന്യൂസ് സീരീസ് തന്നിട്ടുണ്ട്. ക്ലാസ് ഇന്റർവെൽ 0 to 10, 10 to 20, 20 to 30, 30 to 40. Their corresponding frequencies are also given 4, 3, 2 and 1. ഓക്കെ, ക്ലിയർ? ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കണം. ആദ്യമേ ഈ കണ്ടിന്യൂസ് സീരീസിന്റെ മീഡിയൻ ഐഡന്റിഫൈ ചെയ്യാം. മീഡിയൻ നമുക്കറിയാം. ഒരു കണ്ടിന്യൂസ് സീരീസിന്റെ മീഡിയൻ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതും. അതല്ലേ ആദ്യം ചെയ്യുന്നത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്ര? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 4. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യത്തെ ഫ്രീക്വൻസിയും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അപ്പോൾ 4. അടുത്തത് 4 + 3. 4 + 3 എത്ര? 4 + 3 7. അടുത്തത് 7 + 2 എത്ര? 7 + 2 9. അടുത്ത എന്താ? 9 + 1 എത്ര? 9 + 1 10 അല്ലേ? അവസാനത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും സം ഓഫ് ഫ്രീക്വൻസീസും ഈക്വൽ ആയിരിക്കും അല്ലേ? 10 ആയിരിക്കും. ഞാൻ നോക്കിയാൽ 2 1 3 3 3 6 4 10. ഓക്കെ, അപ്പം സം ഓഫ് ഫ്രീക്വൻസീസ് ഈക്വൽ ആയിരിക്കും. ഇനി എന്താ വേണ്ടേ? ഒരു കണ്ടിന്യൂസ് സീരീസിന്റെ മീഡിയൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? മീഡിയൻ ഇസ് ഈക്വൽ ടു n/2th time, n/2th time, where n is equal to sum of frequencies. Then okay, sigma f is equal to 10. So n is equal to 10/2. 10/2th time, that is fifth time. Then okay, fifth time lies in between cumulative frequency 4 and cumulative frequency 7. 4നും 7നും ഇടയിലാണ് ഫിഫ്ത്ത് ടൈം. സോ നമ്മൾ 7 എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫ്രീക്വൻസി ക്ലാസ് ഇന്റർവെൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോക്സ് ചെയ്യുന്നു. ശരിയല്ലേ? അത് നമ്മൾ ബ്രാക്കറ്റിലിട്ട് അല്ലെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്താൽ ക്ലാസ് ഇന്റർവെൽ 10 to 20, അതിൻ്റെ ഫ്രീക്വൻസി 3 ആണ്, അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 7 ആണ്. ഇതിനകത്ത് നമ്മൾ എന്താ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? മീഡിയൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? മീഡിയൻ ഇസ് ഈക്വൽ ടു L1 plus n/2 minus cumulative frequency of previous by frequency into I is the median. Okay, median is equal to L1 plus n/2 minus cumulative frequency of previous by frequency into I. Okay, L1 എന്ന് വെച്ചാൽ എന്താണ്? ക്ലാസ് ഇന്റർവെലിന്റെ ലോവർ ലിമിറ്റ്. ക്ലാസ് ഇന്റർവെൽ 10 to 20 ആണ്, ലോവർ ലിമിറ്റ് is 10. So 10 plus n/2 is already given 5 minus cumulative frequency of previous. Cumulative frequency of previous is 4. Previous cumulative frequency is 4 divided by frequency, concerned frequency is 3. So f ന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. I is the difference of upper limit and lower limit അല്ലേ? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് 20 - 10 എത്രയാണ്? 10. ഓക്കെ, that is equal to 10 plus 5 minus 4 1 ആണ്. 1/3 into 10, that is 10.33 is the median. Median is equal to 10.33. Median is equal to 10.33. So median is equal to 10.33. നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് വാല്യൂസ് എഴുതണം അല്ലെ? മിഡ് വാല്യൂസ് അല്ലെ? ഈ ക്ലാസ് ഇന്റർവെലിന്റെ എന്തെഴുതണം? മിഡ് വാല്യൂസ് എഴുതണം, എക്സ് വാല്യൂസ് എഴുതണം. ദാറ്റ് ഈസ് 5. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൂടെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അപ്പം 5 ഇവിടെ എത്ര കിട്ടും? 15. ഇവിടെ എത്ര കിട്ടും? 25. ഇവിടെ എത്ര കിട്ടും? 35. ഓക്കെ, 5 15 25 35 അല്ലേ? ഇനി എന്ത് വേണം? ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് മൈനസ് മീഡിയൻ. ഓക്കെ, എക്സ് മൈനസ് മീഡിയൻ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? മോഡ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ അല്ലേ? മീഡിയൻ എത്ര കിട്ടിയത്? 10.33 അല്ല, സോറി 13.33 അല്ലേ? 13 10 plus 3.33 ആയിരുന്നു. ഓക്കെ, 10 plus 3.33 ആയിരുന്നു, 13.33 ആണ്. സോറി 10.33 അല്ല, 13.33 ആണ്. ഓക്കെ, നോട്ട് ചെയ്യണേ, 13.33 ആണ്. 10 plus നമുക്ക് കിട്ടിയത് നേരത്തെ 10 plus 1/3 into 10 എന്നാ. 1/3 അപ്പോൾ 10 plus 3.33 എന്നാണ് വരേണ്ടത്. ഓക്കെ, ഞാൻ ഓർക്കാതെ 0.33 എന്ന് എഴുതിയിട്ടുണ്ട്. 3.33 അപ്പോൾ 13.33 എന്നാ ഓർക്കണം. അപ്പം എക്സ് മൈനസ് മീഡിയൻ മോഡ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ ഇസ് ഈക്വൽ ടു 5 minus 13.33, അതിന്റെ മോഡുലാർ ഫംഗ്ഷൻ. മോഡ് ഓഫ് 15 minus 13.33. ഓക്കെ, നെക്സ്റ്റ് ഈസ് 25 minus 13.33. ഓക്കെ, നെക്സ്റ്റ് ഈസ് 35 minus 13.33. അതിന്റെ എല്ലാം മോഡുലാർ ഫംഗ്ഷൻ കാണണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് 5 minus 13.33 is equal to 8.33 അല്ലേ? 8.33. 15 minus 13.33 is equal to 1.67. Okay, 25 minus 13.33 is equal to 25 minus 11.67. Okay, 11.67. Next is 35 minus 13.33 is equal to 21.67. 21.67. Okay, next and identify another. Next we have to identify f into x minus median.
ഫോർ എന്ത് ചെയ്യണം, ഈ എഫ് വാല്യൂസ് ഫ്രീക്വൻസിയും ഈ എക്സ് മൈനസ് മീഡിയനോട് മൾട്ടിപ്പിൾ ആണ് അല്ലേ. ദാറ്റ് ഈസ് 4 × 8.33 4 × 8.33. ഓക്കെ, നെക്സ്റ്റ് ഈസ് 3 × 1.67. നെക്സ്റ്റ് ഈസ് 2 × 11.67. നെക്സ്റ്റ് ഈസ് 1 × 21.67. ഓക്കെ, ക്ലിയർ. അതൊക്കെ 4 × 8.33 8.33 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 4 3 12 2 ശിഷ്ടം 1, 4 3 12 1 13 3 ശിഷ്ടം 1, 8 4 32 1 33 രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇടും 33.32. അടുത്തത് 1.67 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 7 3 21 1 ശിഷ്ടം 2, 6 3 18 2 20 0 ശിഷ്ടം 2, 1 3 3 2 5 5.01. അടുത്തത് 11.67 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 7 2 14 4 ശിഷ്ടം 1, 6 2 12 1 13 3 ശിഷ്ടം 1, 2 1 3 1 2 രണ്ട് സ്ഥാനം മാറ്റി കുത്തിട്ട് 23.34. അടുത്തത് 21.67. ഓക്കെ അല്ലേ, എല്ലാം കൂടെ ആഡ് ചെയ്തേ. അപ്പം എന്ത് കിട്ടും? സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് മീഡിയൻ. ഓക്കെ, സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് മീഡിയൻ ദാറ്റ് ഈസ് 7 4 11 11 1 12 2 14 4 ശിഷ്ടം 1, 6 1 7 3 10 10 3 13 3 ശിഷ്ടം 1, 2 3 5 5 5 10 10 3 13 3 ശിഷ്ടം 1, 3 1 4 4 2 6 6 3 9 93.34 ശരിയല്ലേ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഇസ് ഈക്വൽ ടു മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? സിഗ്മ എഫ് മോഡ് ഓഫ് എക്സ് മൈനസ് മീഡിയൻ divided by sigma f, that is equal to sigma f into x minus median is equal to 93.334 by sigma f is equal to 10, that is 9.33. answer is 9.33. like mean deviation about median adinte coefficient aanengilo coefficient of mean deviation about median aanengilo coefficient of mean deviation about median aanengil coefficient of mean deviation about median ആണെങ്കിൽ എന്താ കണ്ടുപിടിക്കുന്നത്? mean deviation about median that is 9.33 divided by median. എത്രയാണ് median എത്രയായിരുന്നു കിട്ടിയത്? median is 13.33 divided by 13.33 is answer. okay, clear? ഓക്കെ അല്ലേ. അപ്പം മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൻ്റെയും ഡിസ്ക്രീറ്റ് സീരീസിൻ്റെയും കണ്ടിന്യൂസ് സീരീസിനെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ആണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ഫോർ ആൻ ഇൻഡിവിജ്വൽ സീരീസ്. ഇതൊരു ഇൻഡിവിജ്വൽ സീരീസ് ആണല്ലേ. ഇൻഡിവിജ്വൽ സീരീസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ സീരീസ്. വാട്ട് യു മീൻ ബൈ മോഡ് അല്ലേ? ദി വാല്യൂ ഓഫ് ഹൈയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള വാല്യൂവിനെ പറയുന്ന പേരാണ്, ഒബ്സർവേഷനെ പറയുന്ന പേരാണ് മോഡ്. ദി ഒബ്സർവേഷൻസ് ആർ 3 4 5 6 3 7 3 അല്ലേ. 3 repeats 3 times. The highest frequency is 3. The observation is 3. Seriyale? Mode is equal to 3. Okay. Then next step, mode of x minus mode. Modular function of x minus mode. The difference of mode from the observation. Modular function of difference of mode from the observation. That is mode of 3 minus 3, mode of 4 minus 3, mode of 5 minus 3, mode of 6 minus 3, mode of 3 minus 3, again mode of 7 minus 3, mode of 3 minus 3. okay, 3 minus 3 0, 4 minus 3 1, 5 minus 3 2, 6 minus 3 3, 3 minus 3 0, 7 minus 3 4, 3 minus 3 0. okay, then sigma mode of x minus mode, modular function of x minus mode, that is 4 3 7 2 9 1 10 ശരിയല്ലേ, that is 10. okay, sigma x minus mode is equal to 10. okay, then mean deviation about mode is equal to for an individual series mean deviation about mode is equal to sigma mode of x minus mode divided by n, that is equal to sigma mode of x minus mode is equal to 10 divided by n is equal to number of observation 1 2 3 4 5 6 7. number of observation is 7, so 10 by 7. answer is 10 by 7. mean deviation about mode is equal to 10 by 7. ഇനി coefficient of mean deviation about mode ആണെങ്കിലോ coefficient of mean deviation about mode അല്ലേ, coefficient of mean deviation about mode is equal to mean deviation about mode divided by mean deviation about mode divided by mode.
അല്ലേ by mode. Okay, mean deviation about mode is equal to 10 by 7 by mode is equal to 3. Okay, that is 10 by 7 into 1 by 3, that is 10 by 21. Answer is 10 by 21. But mean coefficient of mean deviation about mode is equal to 10 by 21, mean deviation about mode is equal to 10 by 7. Okay, clear? ഒരു ഡിസ്ക്രീറ്റ് സീരീസിന്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇതൊരു ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. എക്സ് വാല്യൂസും അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. എക്സ് വാല്യൂസ് ആർ 3, 4, 2 and 8. Their frequencies, corresponding frequencies are 9, 11, 8 and 3. ശരിയല്ലേ? ഇതിന്റെ മോഡ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? നമുക്കറിയാം അത് ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ഒബ്സർവേഷൻ ആണ് മോഡ് അല്ലേ. ഹയസ്റ്റ് ഫ്രീക്വൻസി ഈസ് 11, സോ മോഡ് ഈസ് 4. മോഡ് ഈസ് ഈക്വൽ ടു 4. മോഡ് ഈസ് ഈക്വൽ ടു 4. മോഡ് ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നമ്മൾ മോഡ് ഐഡന്റിഫൈ ചെയ്തു അല്ലേ. ഒബ്സർവേഷൻ വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ് മോഡ് അല്ലേ. 11 ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി, അതുമായി ബന്ധപ്പെട്ട ഒബ്സർവേഷൻ 4 ആണ്. സോ മോഡ് ഈസ് ഈക്വൽ ടു 4 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് കണ്ടുപിടിക്കണം. സോ നമ്മൾ തൊട്ടടുത്ത സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം? എക്സ് മൈനസ് മോഡ് അല്ലെ, മോഡുലാർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് മോഡ് ഓർ മോഡ് ഓഫ് അല്ലെങ്കിൽ മോഡുലാർ ഫംഗ്ഷൻ ഓഫ് ഡിഫറൻസ് ഓഫ് മോഡ് ഫ്രം ദി ഒബ്സർവേഷൻസ് കണ്ടുപിടിക്കണം. ശരിയല്ലേ? ദാറ്റ് ഈസ് മോഡ് ഓഫ് 3 minus 4 and 4 minus 4, mod of 2 minus 4, mod of 8 minus 4. Okay, 3 minus 4 is 1, 4 minus 4 is 0, 2 minus 4 is 2, 8 minus 4 is 4. ഓക്കെ, അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഇൻറ്റു എക്സ് മൈനസ് മോഡ് ഓഫ് എക്സ് മൈനസ് മോഡ് അല്ലെങ്കിൽ എഫ് ഇൻറ്റു മോഡുലാർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് മോഡ് കണ്ടുപിടിച്ചേ. എഫ് അല്ലേ, 9 into 1 is equal to 9. Okay, 11 into 0 is equal to 0. Okay, next is 8 into 2 is equal to 16. Next is 3 into 4 is equal to 12. 3 into 4 is equal to 12. Okay, അടുത്ത സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം? സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് മോഡ് അല്ലേ, മോഡുലാർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് മോഡ്. 12 ഉം 18 28, 12 16 28, 28 9 37. ഓക്കെ, അപ്പോൾ സിഗ്മ എക്സ് ഇൻറ്റു എക്സ് മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 37. ഓക്കെ, സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു 8 3 11 11 22 9 31. സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു 31. സോ മീൻ ഡീവിയേഷൻ about mode is equal to sigma f into x minus mode divided by sigma f, that is equal to 37 divided by 31. Mean deviation about mode is equal to 37 divided by 31. Okay, next is coefficient of mean deviation about mode. Coefficient of mean deviation about mode. Coefficient of mean deviation about mode is equal to നമ്മൾ പറഞ്ഞ അനുസരിച്ച് എന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്തേ? mean deviation about mode divided by mode. Mean deviation about mode is equal to 37 by 31 divided by mode is equal to mode നമ്മൾ ഐഡന്റിഫൈ ചെയ്താണ്. mode is equal to 4 divided by 4, that is 37 by 31 into 1 by 4 that is 37 by 4 124. 37 by 124. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ആണെങ്കിൽ 37 by 31, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ആണെങ്കിൽ 37 by 125. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു കണ്ടിന്യൂസ് സീരീസിനെ പറ്റിയാണ്. ഒരു കണ്ടിന്യൂസ് സീരീസിലെ മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് അല്ലേ, ഒരു കണ്ടിന്യൂസ് സീരീസുമായി ബന്ധപ്പെട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് അല്ലെ, മീൻ ഡീവിയേഷൻ മോഡുമായി ബന്ധപ്പെടുത്തി എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് സീരീസ് തന്നിട്ടുണ്ട്. അതാണ്ട് ക്ലാസ് ഇന്റർവെലും അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും ഏതൊക്കെയാ? 0 to 10 കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 2, 10 to 20 കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 4, 20 to 30 കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 1, 30 to 40 കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 3. നമുക്ക് മോഡ് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഒരു കണ്ടിന്യൂസ് സീരീസിന്റെ മോഡ് നമുക്കറിയാം അല്ലേ, ഒബ്സർവേഷൻ വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ് എപ്പോഴും മോഡ് അല്ല. ഇവിടുത്തെ ഹയസ്റ്റ് ഫ്രീക്വൻസി 4 ആണ്. 4മായി ബന്ധപ്പെട്ട 4ന്റെ കറസ്പോണ്ടിങ് ക്ലാസ് ഇന്റർവൽ 10 to 20 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മോഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം എന്തായിരുന്നു? മോഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. L1 plus f1 minus f0 by 2f1 minus f0 minus f2 into I. ഓക്കെ, എന്താണ് മോഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം? L1 plus f1 minus f0 by 2f1 minus f0 minus f2 into I. L1 എന്ന് വെച്ചാൽ നമുക്കറിയാം ആ ലോവർ ലിമിറ്റ് ആണ്, ക്ലാസ് ഇന്റർവെലിന്റെ ലോവർ ലിമിറ്റ്. f1 എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ്. f1 കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. f0 എന്ന് വെച്ചാൽ പ്രീവിയസ് ഫ്രീക്വൻസി. 2f1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു 2 അല്ലേ.
F0 അറിയാലോ പ്രീവിയസ് ഫ്രീക്വൻസി, F2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി കഴിഞ്ഞ് വരുന്ന ഫ്രീക്വൻസി, ആഫ്റ്റർ ദി ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? ഇനി ഐ അറിയാം, ക്ലാസ് ഇൻ്റർവൽ ആണ്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മോഡ് കിട്ടും. ഫോർ എക്സാമ്പിൾ L1 പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ എത്ര? ലോവർ ലിമിറ്റ് ക്ലാസ് ഇൻ്റർവൽ 10 to 20 ആണ്, അപ്പോൾ ലോവർ ലിമിറ്റ് 10 ആണ്, ലോവർ ലിമിറ്റ് 10 ആണ്. ഓക്കെ, പ്ലസ് F1 എത്രയാണ്? F1 ഫ്രീക്വൻസി, F1 ഫ്രീക്വൻസി എത്രയാണ്? 4, അപ്പോൾ 4 എഴുതണം, F1 പകരം 4 എഴുതണം. മൈനസ് F0 പ്രീവിയസ് ഫ്രീക്വൻസി എത്ര? 2 ആണ്, അപ്പോൾ 2 എഴുതണം. 2 ഡിവൈഡഡ് ബൈ 2F1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × 4 മൈനസ് F0 എന്ന് പറയുമ്പോൾ 2 തന്നെ അല്ലേ? F0 പ്രീവിയസ് ഫ്രീക്വൻസി 2 തന്നെയാണ്. ഇനി എന്താ? F2 അല്ലേ? ഈ ഫ്രീക്വൻസി കഴിഞ്ഞ് വരുന്ന ഫ്രീക്വൻസി, ആഫ്റ്റർ ദി ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ എന്താ വരും? 1 ആണ് അല്ലേ? അപ്പോൾ -1 ഇൻറ്റു ഐ എത്രയാണ്? ക്ലാസ് ലിമിറ്റ് എത്രയാണ്? 10 ആണ് അല്ലേ? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10 ആണ് ഇല്ലേ? ഇത് പ്രോസസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 10 + 4 - 2 എത്ര? 2 ബൈ 2 × 4 എത്ര? 8 - 3 അല്ലേ? ഇൻറ്റു 10 എന്ന് വരും. കുഴപ്പമില്ലല്ലോ. ദാറ്റ് ഈസ് 10 + 2 ബൈ 8 - 3 എത്ര? 5 × 10. കുഴപ്പമില്ലല്ലോ. ദാണ്ടെ ഈ 10ഉം 5 ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. ദാറ്റ് ഈസ് 10 + 2 × 2. That is 10 + 2 × 2 is equal to 14. 2 × 2 4 അല്ലേ? അപ്പോൾ 10 + 4 എത്ര കിട്ടും? ആൻസർ 14. അപ്പോൾ മോഡ് എത്ര കിട്ടി? 14 കിട്ടി. മോഡ് എത്രയാണ്? 14. ഓക്കെ, മോഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടിന്യൂസ് സീരീസിന്റെ മോഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മോഡ് ഈസ് ഈക്വൽ ടു 14. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സീരീസിൽ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ട കാര്യം ഇതാ നോക്കിയേ, എക്സ് വാല്യൂസ് മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. മിഡ് വാല്യൂ എത്ര? മിഡ് വാല്യൂ 5, 15, 25 and 35. ശരിയല്ലേ? മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണ്? മോഡ് ഓഫ് എക്സ് മൈനസ് മോഡ് അല്ലെ? മോഡുലാർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് മോഡ് കണ്ടുപിടിക്കണം. അതായത് 5 - 14 അതിന്റെ മോഡുലാർ ഫംഗ്ഷൻ, 15 - 14 അതിന്റെ മോഡുലാർ ഫംഗ്ഷൻ, 25 - 14 അതിന്റെ മോഡുലാർ ഫംഗ്ഷൻ ആൻഡ് 35 - 14 അതിന്റെ മോഡുലാർ ഫംഗ്ഷൻ അല്ലേ? എത്ര? 5 - 14 9, 15 - 14 എത്ര? 1, 25 - 14 എത്ര? 11. ഓക്കെ, അടുത്തത് 5 - 14 എത്ര? 21. ഓക്കെ, അടുത്ത എന്ത് വേണം? എഫ് ഇൻറ്റു എക്സ് മൈനസ് മോഡ്, എഫ് ഇൻറ്റു മോഡ് ഓഫ് എക്സ് മൈനസ് മോഡ് അല്ലെങ്കിൽ മോഡുലാർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് മോഡ്. ശരിയല്ലേ? എഫ് എത്ര? 2 × 9 കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്തത് 4 × 1 കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്തത് 1 × 11 കണ്ടുപിടിക്കണം. അടുത്തത് 3 × 21 കണ്ടുപിടിക്കണം. ഓക്കെ, 2 × 9 18, 4 × 1 4, 11 × 1 11, 21 × 3 എത്ര? 63. എല്ലാം കൂടെ ആഡ് ചെയ്തേ. 3 1 4, 4 4 8, 8 4 12, 2 ശിഷ്ടം 1, 6 1 7, 7 1 8, 8 1 9 92. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് മോഡ് എത്ര കിട്ടിയത്? 96. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മെയിൻ ഡീവിയേഷൻ എബൌട്ട് മോഡ് കണ്ടുപിടിക്കണം. മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഇൻറ്റു മോഡുലാർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ദാറ്റ് ഈസ് 92 ബൈ സിഗ്മ എഫ് എത്ര? ഫ്രീക്വൻസിയുടെ സം എത്ര? 10 ആണ് അല്ലേ? 92 ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 9.2. ആൻസർ ഈസ് 9.2. മോഡുലാർ ഫംഗ്ഷൻ അല്ലേ? മോഡുലാർ ഫംഗ്ഷന്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലേ? സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് മോഡുലാർ ഫംഗ്ഷൻ അല്ലേ? മോഡുലാർ ഫംഗ്ഷന്റെ എക്സ് മൈനസ് മോഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 96. ആൻസർ ഈസ് 9.2. ഓക്കെ, അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ആണെങ്കിലോ? കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ആണെങ്കിലോ? കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് കണ്ടുപിടിക്കണം. അതായത് 9.2 ഡിവൈഡഡ് ബൈ മോഡ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 14. അപ്പം 9.2 ബൈ 14, 9.2 ഡിവൈഡഡ് ബൈ 14 അല്ലേ? മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ആണെങ്കിൽ 9.2, മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡിന്റെ കോഎഫിഷ്യന്റ് ആണെങ്കിൽ, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 9.2 ഡിവൈഡഡ് ബൈ 14. അതായത് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ഡിവൈഡഡ് ബൈ മോഡ്. ഓക്കെ.